എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കരമനയിൽ മേജർ തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന കരമനയിലാണ് ചരിത്ര പ്രസിദ്ധമായ മേജർ തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ചരിത്രം ഇങ്ങനെ: തിരുവനന്തപുരം പണ്ട് അനന്തങ്കാട് എന്നറിയപ്പെടുന്ന ഒരു വനപ്രദേശമായിരുന്നു. അവിടുത്തെ കരമഹാരാജാവ് ഒരു ശിവലിംഗം സ്ഥാപിച്ച് ഭഗവാനെ ആരാധിച്ചു പോന്നിരുന്നു. ദൂരെ ഒരു സ്ഥലത്ത് മേഞ്ഞു നടന്ന ഒരു കാള ക്ഷേത്രത്തിന് സമീപം എത്തിച്ചേർന്നു. നേരം ഇരുട്ടി തുടങ്ങിയതിനാൽ കാളയ്ക്ക് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. അത് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ശ്രീകോവിലിന് മുന്നിലിരുന്നു. അവിടെ നിന്ന് അനങ്ങിയില്ല. ക്ഷേത്രത്തിലെ നന്ദികേശൻ ഭക്തരുടെ ആരാധന സ്വീകരിക്കുന്ന ഈ കാളയായിരിക്കാമെന്ന് പലരും വിശ്വസിച്ചു. കരമഹാരാജാവിന് ശേഷം തിരുവിതാംകൂർ ഭരണാധികാരികൾ കാലാകാലങ്ങളിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി ഉദാരമായി സംഭാവന നൽകി. ചതുരാകൃതിയിലുള്ള ഒരു പീഠത്തിൽ ലിംഗരൂപത്തിൽ മഹാദേവൻ ഭക്തരെ അനുഗ്രഹിക്കുന്നു. ക്ഷേത്രത്തിൽ ശ്രീ പാർവതിക്ക് ഒരു ക്ഷേത്രമില്ല. ക്ഷേത്രത്തിലെ നന്ദികേശൻ ശ്രീകോവിലിലേക്ക് നീങ്ങുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലും അതിന് മുകളിലുള്ള വിമാന ഗോപുരവും ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുകൂടി കരമന നദി ഒഴുകുന്നതിനാൽ ഈ ക്ഷേത്രവും മഹാദേവന്റെ സാന്നിധ്യവും കരമന നദീതീരവും എല്ലാം ചേർന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തെ പവിത്രവും ദിവ്യവുമാക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മഹത്വം: ധാരാപാത്രം ഭഗവാന്റെ മുകളിലായി വച്ചിരിക്കുന്നു. വെള്ളമോ പാലോ നെയ്യോ നിറച്ച് അത് തുള്ളികളായി ഭഗവാന്റെ മേൽ പതിക്കുന്നു. ഈ ആരാധന അവരുടെ മനസ്സിനെ ബാധിക്കുന്ന ആവലാതികളിൽ നിന്ന് മോചനം നൽകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ ഉന്നതി കൈവരിക്കുന്നതിനും ഭക്തർ 108 കലശങ്ങൾ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു. ശിവന്റെ നീണ്ട മുടി ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതിനാൽ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം അനുവദനീയമല്ല. അതിൽ മനുഷ്യപാദങ്ങൾ ഏൽക്കരുത്. വിനായകൻ, ധർമ്മശാസ്താവ്, നാഗർ എന്നിവരെ ഉപദേവന്മാരായി ആരാധിക്കുന്നു. നന്ദികേശ മാഹാത്മ്യം: ഈ സ്ഥലത്തെ ഒരു കൊച്ചുകുട്ടി കളിക്കുമ്പോൾ ഒരു കാളയെ കഠിനമായി അടിച്ചു എന്നാണ് കഥ. കാള സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ഭയന്ന കുട്ടിക്ക് ആ രാത്രി കടുത്ത പനി ബാധിച്ചു. പനിയുടെ കാരണമറിയാൻ ജ്യോത്സ്യന്മാർ നടത്തിയ ശാസ്ത്രമായ ദേവപ്രശ്നത്തിൽ കുട്ടിയുടെ കുസൃതി വെളിച്ചത്തു വന്നു. അവർ ഉടൻ തന്നെ നന്ദിയുടെ കഴുത്തിൽ ഒരു മണിച്ചങ്ങല കെട്ടി. ആൺകുട്ടി സുഖം പ്രാപിച്ചു. ആൺകുട്ടിയെ ശിക്ഷിക്കുക എന്നതല്ല, മറിച്ച് നന്ദികേശന്റെ സാന്നിധ്യമുണ്ടെന്ന് കാണിക്കുക എന്നതായിരുന്നു നന്ദിയുടെ ഉദ്ദേശം. ക്ഷേത്രത്തിലെ ശ്രീ നന്ദികേശൻ മുമ്പ് ഭഗവാന്റെ തൊട്ടുമുമ്പിലല്ല, ഒരു വശത്തായിരുന്നു. അദ്ദേഹം പതുക്കെ നീങ്ങുകയാണെന്ന് ഭക്തർ പറയുന്നു. ശ്രീകോവിലിനും നന്ദിക്കും ഇടയിൽ ഒരു കാലത്ത് ഒരു വലിയ അകലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ശ്രീകോവിലിനടുത്തുള്ള മണ്ഡപത്തിന് സമീപം വരെ എത്തി. നന്ദി ഉടൻ തന്നെ ശ്രീകോവിലിനെയോ മണ്ഡപവുമായോ കൂട്ടിയിടിച്ചാൽ അതിശയിക്കാനില്ലെന്ന് ഭക്തർ പറയുന്നു. ഭക്തരുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് കിട്ടാൻ ഭക്തർ നന്ദിദേവന് വചനങ്ങൾ എഴുതിയ ഒരു മണിമാല കെട്ടുന്നു. കന്നുകാലികൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ ഭക്തർ നന്ദിയുടെ കഴുത്തിൽ മണികളുടെ ഒരു ചങ്ങല കെട്ടി പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിങ്ങനെയുള്ള കാർഷിക വിളവുകൾ നിവേദ്യമായി സമർപ്പിക്കുന്നു. ദർശന സമയം രാവിലെ 5 മുതൽ 11 വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 8 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. അപ്പോൾ എല്ലാ ഭക്തരും ആ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുക. പരമശിവൻ്റെയും നന്ദിദേവൻ്റെയും അനുഗ്രഹം വാങ്ങി ജീവിതം
സന്തോഷത്തോടെ നയിക്കുക. നന്ദി.